കിയാര അതെന്ത് കിയാര സൗണ്ട്? കിയാര കിയാര അത് ഭയങ്കര ബിസി. താഴെ മരം കൊത്തുന്നുണ്ട് തോന്നുന്നു. ചെണ്ടാക്ക് ചെണ്ട. തിരിക്ക് ചെണ്ട. ഫാത്തിമ എടുത്തു വായി കിട്ടൂടാ, എല്ലാം കൊണ്ടുവന്ന വായിലോട്ട്. കേരമുടി വാര്. ബോബോ എവിടെ? ബോബോ എവിടെ? മാമന്റെ അടുത്താ? അതെവിടെ? നാരമ്പടിയോ? ഞാനിങ്ങനെ ഫാത്തിമനോട് ചോദിക്കുന്നുണ്ടായതായിരുന്നു. ഇപ്പൊ അവരില് കമ്മല് കാത് കൊറേ ലേറ്റ് ആയിട്ടല്ലേ കുത്തല്. അപ്പൊ ഇവക്ക് കുത്തിയിട്ടുമുണ്ട്. ഇപ്പൊ ഞാൻ ചോദിച്ചു നിനക്ക് ചെറുതുണ്ടാവുമ്പോ കുത്തീനോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു 1 വയസ്സാവുമ്പോ ഞാൻ ഫങ്ഷൻ ആക്കിനോ ചോദിച്ചു. അപ്പൊ ഓർമ്മയില്ലാന്ന് പറഞ്ഞു. നിനക്കിപ്പ എത്ര വയസ്സായ? 4 7 ആയാ? 8 ആയാ? ഓ, അപ്പൊ നീ 1ാം ക്ലാസ്സിലായിപ്പോ? അപ്പൊ 8 വയസ്സ്. ആ, എത്ര മണിക്ക് പോകുന്നതെന്ന് ചോദിക്കും. അപ്പൊ ഫാത്തിമക്ക് എവിടെയോ പോവാനുണ്ട്. ഫാത്തിമ പോയാ? എനിക്കാണെങ്കിൽ കുറച്ചിങ്ങനെ ഉറക്കം വരുന്നത് പോലെയുണ്ട്. ഇവളുടെ ഉറക്കമൊക്കെ ഇന്നത്തത് കഴിഞ്ഞിട്ടുണ്ടാവും. എന്ത് ചെയ്യാനാ? അംഗനവാടി ടീച്ചറല്ലേ? വൈകിട്ട് ഫാത്തിമക്കൊരു മോടുക്കിയാരാ? ഫാത്തിമക്കൊരു മോടുക്ക്. ആ, പ്ലേയിങ് കിസ്, ഫ്ലൈയിങ് കിസ്. ഇവളോട് പറയുമ്പോൾ അത് പ്ലേയിങ് കിസ് ആവും. അപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ഫോണിൽ ചാർജ് കുറവാണ്. അപ്പോൾ ചാർജിന് വെക്കണം. പിന്നെ ഇപ്പോൾ ഫാത്തിമ ഉള്ളതുകൊണ്ട് ഇവൾ കുറച്ച് സമയം അവിടെ കളിക്കുമായിരിക്കും. അപ്പോൾ ഓക്ക് പിന്നെ കൊടുക്കാനുള്ള ഫുഡും റെഡിയാക്കണം. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. ബാക്കിലോട്ടാ വരുന്നേ. ഞാനിതാ ഫുഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. ഫാത്തിമ പോയിട്ടില്ല അത്ര സമയം. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ആള് പോയിട്ടുണ്ടായിരുന്നു അല്ലേ?
പോയിട്ട് അപ്പം തന്നെ തിരിച്ചു വന്നു. അപ്പം ഇന്നിപ്പോൾ ഫാത്തിമ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓക്ക് ആ ഫുഡ് റെഡിയാക്കിയത്. കാരണം അല്ലെങ്കിൽ ഇവൾ താഴെ ഇറങ്ങാത്തത് കൊണ്ട് എനിക്ക് കുറച്ച് കഷ്ടമാവുന്നു അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്. ഒന്നെങ്കിൽ ഇവിടെ ആരെങ്കിലും അച്ഛനോ അഥവാ ഹസ്ബൻഡോ ഉണ്ടെങ്കിൽ രാവിലെ തന്നെ ആക്കി വെക്കും, അല്ലെങ്കിൽ അമ്മ വന്നതിന് ശേഷം ആക്കും. അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് അത് ആക്കി വെച്ചത് മാത്രം. അത് തിന്നോ ഇല്ലയോ എന്ന് ഇനി പിന്നെ കൊടുക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആൾക്ക് ഉറക്കം വരുന്നുണ്ട് എന്ന് തോന്നുന്നു. കുറേ ദിവസമായി ഈ ഒരു ബൂസ്റ്റ് ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അമ്മ പാല് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ബൂസ്റ്റ് ആക്കാൻ ചെയ്യുവാണ്. അങ്ങനെ ബൂസ്റ്റ് റെഡിയായി. പിന്നെ ഇതാ ബണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ബണ്ണ് ചൂടാക്കിയിട്ട് കഴിക്കാനാണ് ഇഷ്ടം, എണ്ണയൊക്കെ ഇട്ടിട്ട്. അപ്പം അത് ചൂടാക്കുന്നത്. അപ്പോൾ ഇതാ ബൂസ്റ്റ് കുടിക്കാൻ ഫാത്തിമയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവളാണെങ്കിൽ പോകാൻ ഇറങ്ങിയതായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് ബൂസ്റ്റൊക്കെ കുടിച്ചിട്ട് പോവാമെന്ന്. അപ്പോൾ ആൾ അതിന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ബൂസ്റ്റൊക്കെ കുടിക്കുവാണ്. പിന്നെ ഇവിടെ ഒരാൾ ഇതാ അത് കണ്ടിട്ട് വെറുതെ നിൽക്കുന്നൊന്നുമില്ല, ഓളെ കയ്യിൽ അത് കൊടുത്തു. അപ്പോൾ ഇവൾക്ക് ഇതുവരെ ഇതൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ജസ്റ്റ് നമ്മൾ കുറച്ച് മാത്രം ഇങ്ങനെ കൊടുത്തതാണ്. ബൂസ്റ്റും ഓൾക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല, ബണ്ണും കൊടുക്കാറില്ല. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഇതിന് ഒരു വയസ്സൊക്കെ ആവാറായതുകൊണ്ട് കൊടുത്തതാണ്. പിന്നെ ഇവക്ക് ഞാനിതാ നേരത്തെ ആക്കിയ ഫുഡ് കൊടുക്കാൻ റെഡി ആവുന്നതാണ്. അപ്പോൾ ഇത് ഒന്നിച്ച് തന്നെ അവൾ കുടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ബൂസ്റ്റ് ചെയ്തു. ഇവളെ ഫുഡ് കൊടുക്കുമ്പോൾ എത്ര പെട്ടെന്ന് മനസ്സിലാവുന്നതെന്ന് അറിയോ? അപ്പം ഞാൻ രണ്ടും മിക്സ് ആക്കി കൊടുക്കുന്നുള്ളതാണ്. ബൂസ്റ്റൊന്നും ഇതുവരെ ആയിട്ടും കൊടുത്തിട്ടായിരിക്കും, പിന്നെ കുറച്ചിങ്ങനെ കൊടുത്തോന്ന് മാത്രം. എൻ്റെ ഫാത്തിമ പോയി, ഓള് ബൂസ്റ്റും ബണ്ണും ഒക്കെ കഴിച്ചിട്ട് ആൾ പോയി. ഓൾ ആദ്യമായിട്ടാണ് ഇതുവരെ ഇത്രയും സമയം ഇവിടെ ഉണ്ടായത്. കുറേ സമയം ഉണ്ടായിരുന്നു. ഇപ്പം 5 മണിയായി. ഇവിടെ ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ ഉറങ്ങില്ല. വേണ്ടേ, ഉറക്കം വരുന്നുണ്ട്. ഒരക്കം വരുന്നുണ്ട് അല്ലേ? അവിടെ ഇരിക്കും. അമ്മ എടുക്കുന്നു പൊന്നിനെ എടുക്കുന്ന അമ്മ എടുക്കുന്ന. അതാണോ എടുത്തു? ആയി ടാറ്റ ബൈ ബൈ. ടാറ്റ ബൈ ബൈ.